അപ്പോൾ ഇത് ആഡ് ഓൺ ബഡ്ജറ്റ് തന്നെ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഒത്തിരി വമ്പൻ പ്രൊജക്റ്റുകളുണ്ട്. എനിക്കതിനോടൊന്നും യാതൊരു തൃപ്തിയില്ല കേട്ടോ. അങ്ങനെ പറയരുത് പ്ലീസ്. നമുക്കൊക്കെ ഒരുമിച്ച് നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. പക്ഷേ സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. അതിനെത്ര പണം? ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അവസാനേ പുതിയ പ്രഖ്യാപനങ്ങൾക്കുള്ള അധിക ചെലവിന് വകയിരുത്തിയിരിക്കുന്നത് എന്നൊരു ലൈനുണ്ട്. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. 1088 കോടി രൂപ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം വരാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്ലാനിൽ ആനുപാതികമായ കുറവുണ്ടാവും. ഈ വലിയ വമ്പൻ പ്രൊജക്ടുകൾക്കെല്ലാം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന 1088 കോടി രൂപയാണ്. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അപ്പോ ദിശ നൽകിക്കോട്ടെ. ഇതൊന്നും ഈ വർഷം നടപ്പാക്കാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ പറയുന്നത് കേട്ട 10 വർഷം എന്തോ ഉണ്ടാക്കി തന്ന പോലെയാണ്. ഇനി ഭാവിയിൽ നടപ്പാക്കാനെങ്കിൽ ഇപ്പോഴേ വരുമാനം പിരിച്ചു തുടങ്ങണമല്ലോ. എന്തൊക്കെയാണോ ഈ പറയണത്? ഒരു മരുമാലങ്ങൾ തോർത്താണ് പറയല്ലേ. ആഡ് ഓൺ ബഡ്ജറ്റ് ആയതുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് തടസ്സം വല്ലതും ഉണ്ട്? ഹേയ്, വളരെ എളുപ്പത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാം. 25,000 രൂപ കുടിശ്ശികയുണ്ട്, അത് പിരിച്ചാൽ മതി. വെരി ഫണ്ണി. ഈ മുസ്താൻ അങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. കുടിശ്ശിക എഴുതി തള്ളല്ലാതെ കഴിഞ്ഞ ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ 1 രൂപ കൂടുതൽ പിരിക്കും എന്നത് കണക്കിലുണ്ടോ? നീ ആരാണ് ഇവനെ കുറിച്ച് പറയാനായിട്ട്? കേശവപിള്ള ചേട്ടൻ ഇപ്പം എന്താ വേണ്ടേ? സ്വർണത്തിന് മാത്രം 15,000 കോടി പിരിക്കും എന്ന് പറഞ്ഞു. 600 കോടി ഇപ്പൊ വെച്ചിരിക്കുന്നതിന്റെ അപ്പുറം എന്തെങ്കിലും പിരിക്കാൻ ഏർപ്പാടുണ്ടോ? ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. IGST 25,000 കോടിയാണ് ചോർച്ചയുണ്ടായത്. അത് വലിയ പിടിപ്പുകേടാണ്. അത് നമ്മൾ ഓട്ടയടച്ച് പിടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വാചകമുണ്ട്. ഒരു വാചകം GST കുറിച്ച് ആകെ പറയണത് എന്താണെന്നറിയോ? എന്താ? കേന്ദ്ര സർക്കാർ ചട്ടങ്ങളിൽ ചില ഭേദഗതി ചെയ്തിട്ടുണ്ട്. തദനുസൃതമായ മാറ്റം ഞങ്ങളിവിടെ വരുത്തും. എന്നുവെച്ചാൽ ഈ വരുമാനം, തനത് വരുമാനം വർദ്ധിപ്പിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതിനെക്കുറിച്ചൊരു വാചകമില്ല. എന്നിട്ട് തന്റെ കുഴപ്പം എന്താണെന്ന് മനസ്സിലായോ? കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ്. സ്വാഭാവികം. ഇനി ഇത് കഴിഞ്ഞാലോ പിന്നെ വരുമാനം ഇവിടെന്നാ. നമ്മുടെ തനത് വരുമാനം കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഈ കേന്ദ്ര സർക്കാർ തരണമെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? സുഖമില്ലാത്ത ആളാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമല്ല, പരാമർശം വരുന്നത് തൊഴിലുറപ്പിൽ ഈ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം മൂലം നമ്മൾ കൂടുതൽ പണം വെക്കണം. എത്ര പണം വെക്കേണ്ടത്? 2220 കോടി രൂപ. എത്രയും വെച്ചിരിക്കുന്നത് 1400 കോടി രൂപ. നീയാണല്ലോ കോടതി. ഇതല്ലാതെ ഈ കേന്ദ്രത്തോട് ചോദിക്കുകയെങ്കിലും ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പറയുന്നതെല്ലാം കീഴ്വഴങ്ങുകയാണ്, അടിയറവ് പറയുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇന്ത്യ സർക്കാർ നിയമം മൂലം ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള വായ്പ, ആ വായ്പ എടുക്കുന്നതിനെതിരായിട്ടാണ് കടക്കിണിയും കടപ്പേടിയും ഉണ്ടാക്കി ഇറങ്ങിയിട്ടുള്ളത്. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞതേ സ്വപ്ന പദ്ധതികൾ നിരത്തി വെക്കുന്ന ഏർപ്പാടല്ലെന്ന്. അത് ഇതിന് ഇങ്ങനെ പണം സമാഹരിക്കാം. പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്. പല ഘട്ടങ്ങളിൽ പല പദ്ധതികളിലും പ്രധാനപ്പെട്ട പദ്ധതികളിലും സ്വകാര്യ പങ്കാളിത്തത്തോടെ എന്നല്ലേ ധനമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല. ഇനി അങ്ങ് പറയുന്ന പോലെ ആദ്യ ബജറ്റിൽ തന്നെ കേന്ദ്രത്തിനെ വിമർശിച്ചു തുടങ്ങണം എന്നുള്ളതാണോ? അത് സത്യപ്രതിജ്ഞ മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം നന്നാക്കി കൊണ്ടുപോകുക. ഒരു മിനിറ്റ് ഡോക്ടർ ഐസക്, നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ, നമ്മുടെയൊക്കെ നിർഭാഗ്യവശാൽ BJP ആയിപ്പോയി. പക്ഷേ ആ കേന്ദ്ര സർക്കാരും ആദ്യം തന്നെ ഒരു
ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക എത്രത്തോളം പ്രായോഗികമാണ്? നമുക്ക് മുന്നോട്ട് പോകണം, അതിൽ കിട്ടാവുന്നത് മേടിച്ചെടുക്കണം, അതിൽ ചില പ്രായോഗികമായ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളും പല ഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് എന്താണ് മിണ്ടാത്തതെന്ന് ഇവിടെ അന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന് നിങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉത്തരം പറ. അത് അങ്ങ് പറഞ്ഞ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുത്തില്ല എന്ന് പറയുമ്പോൾ നികുതി ഇളവുകൾ എന്തിലൊക്കെയാണ് വരുന്നത്? ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുന്നു, ഭിന്നശേഷിക്കാർക്കുള്ള ഇളവ് വരുന്നു, പൊതുഗതാഗത മേഖലയ്ക്ക് ആശ്വാസമായി സാധാരണക്കാരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്ന ഭാഗമായി സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കുന്നു, ട്രാഫിക് പിഴകളിൽ ഇളവ്, ചെറുകിട നികുതി കുടിശ്ശിക എഴുതിത്തള്ളി, മുദ്രവില കുടിശ്ശികയിലെ ഇളവ്. ഇതിനൊരു അവസാനമില്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയും സാധാരണക്കാർക്ക് അയ്യോ ഞങ്ങൾ ബുദ്ധിമുട്ടുമായി എന്ന് ഭയന്നിരുന്ന കാര്യങ്ങളിൽ അവിടേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഇളവുകളാണ്. വരുമാനമുണ്ടാക്കാൻ എന്ത് വഴി എന്ന് ചോദിക്കുമ്പോൾ നികുതി എടുക്കുന്നതുണ്ട്. ആഡംബര ഇലക്ട്രിക് വാഹനങ്ങൾക്കുണ്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിനുണ്ട്, മുദ്രവില കുടിശ്ശികയ്ക്കുള്ള പലിശയുണ്ട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഭൂമിയുടെ ന്യായവില പുനഃപരിശോധനയുണ്ട്. ഇതിലൊക്കെ തന്നെ നികുതി കിട്ടും. അത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നറിയാം. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ഇത് ആശ്വാസമാകുന്നു എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ വീര്യം കുറഞ്ഞ മദ്യം, അതൊരു അഴിമതിയാണെന്ന്. ഇതിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുമെന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യത്തോട് ഒരു ബന്ധവുമില്ല എന്ന ആരോപണമുണ്ടോ? നടപ്പാകാൻ പോകുന്നില്ല ഒന്നും എന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. സി, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഒരു സ്വകാര്യ മുതലാളി വ്യവസായം ആരംഭിക്കുന്നത് ബഡ്ജറ്റിൽ ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ ചെലവുകൾക്ക് പണം പകിരുത്തുന്ന രേഖയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓനയ്ക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. അപ്പൊ സംസ്ഥാന സർക്കാർ മാത്രമല്ല സ്വകാര്യ കമ്പനികളെ ഞങ്ങൾ ഉപയോഗിച്ചോ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, എന്നിട്ട് പറയാം. നീയാണല്ലോ കോടതി. കേരളം നമ്മുടെ ധാതു ഖനനത്തിനും അതിൻ്റെ വികസനത്തിനും KMML-നെ കേന്ദ്രീകരിച്ചുള്ള ഒരു കോറിഡോറാണ്. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഇന്ത്യയിലെ ബഹുക്കുത്തുകൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനും സ്വകാര്യ ധാതു ഖനനം അനുവദിക്കാനും പോയാലേ സാറിന്റെ പേച്ച് നല്ല പേച്ച്. ഈ തീരദേശത്ത് താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളിയുണ്ട്, അവരുടെ ഉപജീവനമാണ്. പത്തർക്കം വരും. അപ്പോ ഈ സ്വകാര്യവൽക്കരണത്തെ ഞങ്ങൾ എതിർക്കും. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സ്വാഭാവികം. അതുകൊണ്ട് ഈ സ്വകാര്യവൽക്കരണത്തിനൊന്നും ആരും എതിരല്ല, സ്വകാര്യ മൂലധനം വരണമെന്ന്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പോ ഈ സ്വകാര്യവൽക്കരണത്തെ ഞങ്ങൾ എതിർക്കും. സ്വകാര്യ മൂലധനത്തിൽ നിന്ന് എതിരല്ല, പക്ഷേ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കുന്ന വിധത്തിലേക്ക് ഇൻഷുറൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സിറ്റിയിലായാലും പുറത്തായാലും സ്വകാര്യ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ വരുന്നത് എതിരാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.